നമസ്കാരം. ഏറെ കൗതുകമുണർത്തുന്ന ഒരു ജീവിയാണ് സീബ്ര. കൗതുകത്തിൻ്റെ പ്രധാന കാരണം തന്നെ അതിൻ്റെ ശരീരത്തുള്ള കറുപ്പും വെള്ളയും ഇടകലർന്ന നിറം തന്നെ. ഇത്രയേറെ കൗതുകമുണർത്തുന്ന ആ ജീവിക്കായിട്ട് ഒരു ദിനമുണ്ട്. അതെ, ഇന്ന് ജനുവരി 31, ലോക സീബ്ര ദിനം. കുതിരകളുടെ വർഗത്തിലെ വരയുള്ള ജീവിയാണ് സീബ്ര, അഥവാ നമ്മുടെ വരയൻ കുതിര. സീബ്രകൾ നമ്മെ എപ്പോഴും പറ്റിക്കാറുണ്ട്. എങ്ങനെയെന്നല്ലേ? അതിൻ്റെ ശരീരത്തിലുള്ള വരകൾ തന്നെ കാരണം. ഏറെക്കാലം ശാസ്ത്രജ്ഞന്മാർ ഇവ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. വരകൾ ഉള്ളതുകൊണ്ട് നാം എല്ലാം വിചാരിക്കും സീബ്രകളെല്ലാം ഒന്ന് തന്നെയാണെന്ന്. എന്നാൽ ഈ വരകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ശാസ്ത്രജ്ഞന്മാർ ഇവയെ മൂന്നായി തരംതിരിച്ചു: പ്ലെയിൻ സീബ്ര, ഗ്രേവി സീബ്ര, മൗണ്ടൻ സീബ്ര. കഴിഞ്ഞില്ല, ഇതിൽ ഇനിയും സബ്സ്പീഷീസുകളുണ്ട്. അങ്ങനെ ശാസ്ത്രജ്ഞർ ഈ വരകളുടെ രഹസ്യം കണ്ടെത്തി. പ്രാണികളിൽ നിന്ന് രക്ഷപ്പെടാനും സ്വന്തം ശരീരത്തിന് താപനില നിയന്ത്രിക്കാനും വേട്ടയാടപ്പെടാതിരിക്കാനും ഇവ സീബ്രകളെ സഹായിച്ചു. ഇനി സീബ്രകളിൽ ഏറ്റവും കൗതുകമുണർത്തുന്ന ഒരു കാര്യം എന്തെന്നാൽ സീബ്രകൾക്ക് നിന്നുകൊണ്ടും ഉറങ്ങാൻ സാധിക്കും. ശരാശരി ഒരു സീബ്ര 25 വയസ്സ് വരെ ജീവിച്ചിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചു കേട്ടാൽ സീബ്രയുടെ ശബ്ദം വളരെ വ്യത്യസ്തമാണ്. ചില സമയത്ത് കുതിരകളുടെ പോലെയും ചില സമയത്ത് കഴുതകളുടെ പോലെയുമാണ് അവയുടെ ശബ്ദം. പ്രായപൂർത്തിയായ ഒരു സീബ്രയുടെ ഭാരം ഏകദേശം 200 മുതൽ 450 കിലോഗ്രാം വരെയാണ്. പൊതുവായും സീബ്രകൾ സസ്യഭുക്കാണ്. ഇവർക്ക് പുൽമേടുകളിൽ ജീവിക്കാനാണ് ഏറെ ഇഷ്ടം. വെള്ളം ധാരാളമായി വേണ്ടതിനാൽ ഇവയെ കൂടുതലും പുഴകളുടെയും നദികളുടെയും അരികിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി സീബ്ര കുഞ്ഞുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ 13 മാസം ഗർഭം ധരിച്ചതിന് ശേഷമാണ് ഒരു സീബ്ര കുഞ്ഞ് ജനിക്കുന്നത്. ജനിച്ചയുടൻ 10 മുതൽ 20 മിനിറ്റിന് ശേഷം അവ എണീറ്റ് നിൽക്കുന്നു. അതുമാത്രമല്ല, 1 മണിക്കൂറിന് ശേഷം സീബ്ര കുഞ്ഞുങ്ങൾക്ക് ഓടാനും നടക്കാനും കഴിയുന്നു. ഏറെ കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണിത്. സീബ്ര കുഞ്ഞുങ്ങൾ കാഴ്ചയുടെയും ശബ്ദത്തിൻ്റെയും മണത്തിൻ്റെ സഹായത്താലാണ് അവരുടെ കൂട്ടങ്ങളെ തിരിച്ചറിയുന്നതും ആ കൂട്ടങ്ങളോട് ഒത്തുചേർന്ന് പോകുന്നതും. സീബ്ര കുഞ്ഞുങ്ങൾ ഏകദേശം 1.5 വർഷം വരെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചേക്കാം. സീബ്രകൾ കൂടുതലായും പുൽമേടുകളിലാണ് കാണപ്പെടുന്നത്. പശുക്കളുടെ ശരീരത്ത് പുല്ലുകൾ ദഹിപ്പിക്കാനുള്ള ബാക്ടീരിയ ഉള്ളതുപോലെ തന്നെ സീബ്രകളുടെ ദേഹത്തും ഈ ബാക്ടീരിയ ഉണ്ട്. എന്നാൽ ഈ ബാക്ടീരിയ അവയുടെ ശരീരത്ത് 60 മുതൽ 80% വരെ കാണപ്പെടും. അതുകൊണ്ട് തന്നെ പുല്ലുകൾ ദഹിപ്പിച്ച് കൂടുതൽ ഊർജം ഈ സീബ്രകൾക്ക് ആ ബാക്ടീരിയകൾ നൽകുന്നു. വെള്ളം ധാരാളമായി വേണ്ടതിനാൽ വരൾച്ചയുടെ സമയത്ത് ഇവ കൊച്ചു കൊച്ചു കൂട്ടങ്ങളായി ഏകദേശം 10,000-ഓളം അംഗങ്ങളായി ഒത്തുചേർന്ന് 1000-ഓളം കിലോമീറ്ററുകൾ താണ്ടി വെള്ളമുള്ള സ്ഥലത്തേക്ക് രാപ്പാർക്കാറുണ്ട്. ഈ സമയത്താണ് കുഞ്ഞു സീബ്രകൾ അമ്മയോടൊപ്പം ചേർന്ന് വഴികളെല്ലാം മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഗ്രേവ് സീബ്രകളും മൗണ്ടൻ സീബ്രകളും വംശനാശ ഭീഷണി നേരിടുകയാണ്. കാണാൻ സാധുവിനെ പോലെയൊക്കെ തോന്നുമെങ്കിലും ശക്തമായ ശരീരമാണ് സീബ്രകൾക്കുള്ളത്. ആക്രമിക്കപ്പെടുമ്പോൾ അതിൻ്റെ ശക്തമായ കാലുകൾ കൊണ്ടാണ് നേരിടുന്നത്. ഒരുപക്ഷെ സീബ്രകളുടെ ശക്തമേറിയ ചവിട്ടിൽ മരണം വരെ സംഭവിക്കാം. ജനുവരി 31 വേൾഡ് സീബ്ര ഡേ. സീബ്രകളെ സംരക്ഷിക്കുക, പരിപാലിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം നമ്മൾക്ക് മുന്നിലെത്തുന്നത്. ഭൂമിയിലെ നമ്മുടെ മറ്റൊരു സഹജീവിയാണ് സീബ്ര. സീബ്രകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. നമസ്കാരം.